ലേവ്യ പുസ്തകം 12-ാം അധ്യായം. യഹോവ പിന്നെയും മോശയോട് അരുളി ചെയ്തത്, നീ ഇസ്രായേൽ മക്കളോട് പറയേണ്ടത് എന്തെന്നാൽ, ഒരു സ്ത്രീ ഗർഭം ധരിച്ച് ആൺകുഞ്ഞിനെ പ്രസവിച്ചാൽ അവൾ 7 ദിവസം അശുദ്ധമായിരിക്കണം. ഋതുവിൻ്റെ മാലിന്യകാലത്തെന്ന പോലെ അവൾ അശുദ്ധമായിരിക്കണം. 8-ാം ദിവസം അവൻ്റെ അഗ്രചർമ്മം പരിച്ഛേദനം ചെയ്യണം. പിന്നെ അവൾ 33 ദിവസം തൻ്റെ രക്തശുദ്ധീകരണത്തിൽ ഇരിക്കണം. അവളുടെ ശുദ്ധീകരണ കാലം തികയുന്നതുവരെ അവൾ യാതൊരു വിശുദ്ധ വസ്തുവും തൊടരുത്, വിശുദ്ധ മന്ദിരത്തിലേക്ക് വരികയുമരുത്. പെൺകുഞ്ഞിനെ പ്രസവിച്ചാൽ അവൾ 2 ആഴ്ചവട്ടം ഋതുകാലത്തെന്ന പോലെ അശുദ്ധയായിരിക്കണം. പിന്നെ 66 ദിവസം തൻ്റെ രക്തശുദ്ധീകരണത്തിൽ ഇരിക്കണം. മകനു വേണ്ടിയോ മകൾക്ക് വേണ്ടിയോ അവളുടെ ശുദ്ധീകരണ കാലം തികഞ്ഞ ശേഷം അവൾ 1 വയസ്സ് പ്രായമുള്ള ആട്ടിൻകുട്ടിയെ ഹോമയാഗത്തിനായിട്ടും ഒരു പ്രാവിൻ കുഞ്ഞിനെയോ ഒരു കുറുപ്രാവിനെയോ പാപയാഗത്തിനായിട്ടും സമാഗമന കൂടാരത്തിൻ്റെ വാതിക്കൽ പുരോഹിത തൻ്റെ അടുക്കൽ കൊണ്ടുവരേണം. അവൻ അത് യഹോവയുടെ സന്നിധിയിൽ അർപ്പിച്ച് പ്രായശ്ചിത്തം കഴിക്കണം. എന്നാൽ അവളുടെ രക്തസ്രാവം നിന്നിട്ട് അവൾ ശുദ്ധയാകും. ഇത് ആൺകുഞ്ഞിനെയോ പെൺകുഞ്ഞിനെയോ പ്രസവിച്ചവൾക്കുള്ള പ്രമാണം. ആട്ടിൻകുട്ടിക്ക് അവളുടെ പക്കൽ വകയില്ല എങ്കിൽ അവൾ 2 കുറുപ്രാവിനെയോ 2 പ്രാവിൻ കുഞ്ഞിനെയോ ഒന്നിനെ ഹോമയാഗത്തിനും മറ്റേതിനെ പാപയാഗത്തിനുമായി കൊണ്ടുവരേണം. പുരോഹിതൻ അവൾക്ക് വേണ്ടി പ്രായശ്ചിത്തം കഴിക്കണം. എന്നാൽ അവൾ ശുദ്ധയാകും. ഇങ്ങനെ 12-ാം അധ്യായം അവസാനിക്കുന്നു.